നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ കാര്യമാണ്. പെസഹ രഹസ്യത്തിൻ്റെ കൗദാശിക ആഘോഷം. ആ പെസഹ രഹസ്യത്തിൻ്റെ കൗദാശിക ആഘോഷത്തിൽ അതിന് ഗാനാലാപനവും സംഗീതവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്ര സമ്പുഷ്ടമായ കാര്യമാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ഇതിങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. നമ്മൾ ഇന്നലെ 1158 പഠിച്ചു. ഇന്ന് അതിൻ്റെ മാർജിനൽ പാരഗ്രാഫാണ് പഠിക്കേണ്ടത്. ആ 1158 ഒന്നുകൂടി നമുക്ക് കേൾക്കാം. ഇതിൽ പറയുന്നത്, ആഘോഷം നടത്തുന്ന ദൈവജനത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയിൽ, ആഘോഷം നടത്തുന്ന ദൈവജനത്തിൻ്റെ, അതാണ് ഇതൊരു സാംസ്കാരിക സമ്പന്നത. ഇത് നമ്മൾ പറയുമ്പോൾ കുറ്റം പറയാൻ വിചാരിക്കും. നമ്മൾ ഒരു ഗ്രൂപ്പിലെ ആ ആലാപനം കേട്ടാൽ അറിയാം അവരുടെ സാംസ്കാരിക സമ്പന്നതയെക്കുറിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അറിയാം നമുക്ക്. അത് പ്രധാന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കത്തോലിക്ക, ആ കത്തോലിക്കരിൽ ഏത് റീത്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ അതിനകത്ത് മനസ്സിലാവും. ആ സാംസ്കാരിക സമ്പന്നതയിൽ അവതരിപ്പിക്കുമ്പോൾ അടയാളങ്ങളുടെ ഗാനം, സംഗീതം, വാക്കുകൾ, പ്രവൃത്തികൾ, മനോജ്ഞ സമന്വയം കൂടുതൽ പ്രകടവും ഫലപ്രദവുമായിരിക്കും. ഇപ്പം എൻ്റെ മനസ്സിലൊരു ഉദാഹരണം പറയുന്നത്, മലങ്കര കുർബാനയുടെ ആമുഖ ഗീതത്തിൽ ഒരു വരി പാട്ടാണത്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സ്രോതസ്സും ആരാധനക്രമവും സാംസ്കാരിക സമ്പന്നതയും എല്ലാം അറിയാം. അത് ഞാൻ പാടട്ടെ. ഞാൻ എപ്പോഴും പാടാറുള്ളതാണ്. നാഥാ നിൻ ജനനം, സ്നാനം, പീഠ, ക്രൂശേറ്റം, മൃതിയുത്ഥാനം, സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഓർമ്മിച്ചിടുന്നീയാഗത്തിൽ. ഇതിൻ്റെ ട്യൂൺ ഒരു പക്ഷേ കൃത്യമായില്ലായിരിക്കാം, എങ്കിലും അതിൻ്റെ സമ്പന്നത ഒന്ന് നോക്കിയേ. എനിക്ക് എപ്പോഴും വലിയ ഇഷ്ടമാണ് ആ വരി കേൾക്കുമ്പോൾ. നാഥാ നിൻ ജനനം, സ്നാനം, പീഠ, ക്രൂശേറ്റം, മൃതിയുത്ഥാനം, സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഓർമ്മിച്ചിടുന്നീ യാഗത്തിൽ. ഇങ്ങനെ ഒരുപാട് വരികളുണ്ട് അതിൽ. ഞാനൊരൊറ്റ ഉദാഹരണം, ആ ഒരു വരിയിൽ മിശിഹാ ചരിത്രം, രക്ഷാചരിത്രം മുഴുവനും ഉണ്ട് ഒരു വരി. അപ്പോൾ ഇതെല്ലാം കത്തോലിക്ക സഭയുടെ ആധികാരിക പ്രബോധനമായ രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ സാക്രസാൻഡം കൺസീലിയത്തിൽ 118, 119, 121. അപ്പം ഇപ്പോൾ എല്ലാവരും വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിൽ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ മതബോധന ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് ഇതെങ്കിലും പഠിച്ചിട്ട് ആ ഉൾക്കാഴ്ചയോടെ നമ്മൾ പാടണം, പ്രാർത്ഥിക്കണം. പ്രസംഗിക്കുന്നവർ, പ്രബോധനം നടത്തുന്നവർ സഭയുടെ ഈ പ്രബോധനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കണം. ഇപ്പോൾ എൻ്റെ അടുത്ത് ചിലർ പറയും, ഞാനിങ്ങനെ ഇൻ്റെ ധ്യാനം കൂടാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുക അവരോട്, അതിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് ചോദിക്കും. അതങ്ങനെ അധികമൊന്നും പഠിപ്പിച്ചില്ല എന്ന് പറയും. അതോടെ എനിക്ക് പിന്നെ വലിയ താല്പര്യം തോന്നുന്നില്ല.
അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് 1158. അതുകൊണ്ട് നിങ്ങളോട് പറയണതാണ്, നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ മതബോധന ഗ്രന്ഥത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നേരത്തെ കൂട്ടി തയ്യാറെടുത്ത് പോകണം. ഒരു സാക്ഷ്യം കൊടുക്കാൻ പോകുമ്പോഴും നിങ്ങളുടെ ജീവിത അനുഭവം പങ്കുവയ്ക്കുമ്പോഴും. അതുകൊണ്ട് വിശ്വാസികളുടെ ഭക്തഗാനാലാപം കണ്ടോ ബുദ്ധിപൂർവം പരിപോഷിപ്പിക്കണം. ഭക്തിയിലും വിശുദ്ധാഭ്യാസങ്ങളിലും ആരാധനാ ശുശ്രൂഷകളിലും സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി ഉണ്ടോ. സഭയാണ് ഇന്നത്തെ ക്രിസ്തു. ഇന്ന് ക്രിസ്തു എന്ന് പറഞ്ഞാൽ സഭയാണ്, സമ്പൂർണ്ണ ക്രിസ്തു. ശിരസ്, ശരീരം, ആത്മാവ്, പരിശുദ്ധാത്മാവ്, അതാണ് സമ്പൂർണ്ണ ക്രിസ്തു. എവിടെയാണ് സമ്പൂർണ്ണ ക്രിസ്തു എന്ന് പറയുന്നത്? 795. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇത് ഞാൻ ഓർമ്മയെന്ന് പറഞ്ഞതല്ല, എൻ്റെ അകത്തുനിന്ന് വന്നതാണത്. 795. അങ്ങനെ ക്രിസ്തുവും സഭയും ഒന്നിച്ച് സമ്പൂർണ്ണ ക്രിസ്തുവായിത്തീരുന്നു. അതാണ് സഭ എന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടോ ഒരു മെക്കാനിസമായിട്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. അതുപോലെയല്ല മനസ്സിലാക്കേണ്ടത്. സഭ ക്രിസ്തു തന്നെയാണ്. ഓക്കെ, വിശ്വാസികളുടെ സ്വരങ്ങൾ മുഴങ്ങണം. എന്നാൽ ആലപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗാനത്തിൻ്റെ വാക്കുകൾ എപ്പോഴും കത്തോലിക്ക പ്രബോധനത്തിന് ചേർന്നതായിരിക്കണം. ഇത് ഇന്നലെ പറഞ്ഞത് തന്നെയാണെങ്കിലും ഒരു കാര്യം ഞാൻ കേട്ടു, 2 പ്രാവശ്യം ഞാനത് പറഞ്ഞു എന്ന് പറയണില്ലേ സങ്കീർത്തനത്തിൽ എന്ന പോലെയാണ്. ഇത് എത്ര പറഞ്ഞാലും മധുരമാണ്. യഥാർത്ഥത്തിൽ അവ പ്രധാനമായും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും ആരാധനാ ക്രമസ്രോതസ്സുകളിൽ നിന്നും എടുത്തവയായിരിക്കണം. സാക്രസാൻഡം 118:21. അപ്പോൾ ഞാൻ ഇനി അതിനെ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫ് 1201 1674 പോകാം. 1201 ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാകാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. അതാണ് കത്തോലിക്ക സഭയിൽ 24 റീത്തുകളുണ്ട്, 24 ആരാധനാ പാരമ്പര്യമുണ്ട്, 24 റൈറ്റ്സ്. എന്തിനാണ് ഇത്രയും റീത്തുകളെന്ന് ചിലരോട് ചോദിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 3 റീത്തുകളാണ്: മലങ്കര, ലത്തീൻ, സീറോ മലബാർ. എന്തിനാണ് ഈ പറയുന്ന റീത്തുകൾ? അതിൻ്റെ ഉത്തരമാണിത്. 1201 ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാവാനാകാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ഇത് എനിക്ക് വളരെ ആനന്ദകരമായ ഒരു കാര്യമാണ്. ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് KCBCയുടെ സെൻട്രൽ ഓഫീസായ POCയുടെ നേരെ ഓപ്പോസിറ്റിലാണ്. അതുകൊണ്ട് ഞാൻ കുർബാന കൂടാൻ പോകുന്നത് ഈ POCയിലാണ്. അപ്പോൾ അവിടെ 3 റീത്തിലും കുർബാനയുണ്ട്. ഒരു ദിവസം മലങ്കര, ഒരു ദിവസം സീറോ മലബാർ, ഒരു ദിവസം ലത്തീൻ. അങ്ങനെ ഞാൻ വർഷങ്ങളായിട്ട് ഈ 3 റീത്തുകളുടെയും കുർബാന എനിക്ക് വളരെ പരിചയവും പ്രാവീണ്യവും ആനന്ദവും ആണ്. അതിനുശേഷം യൂറോപ്പിൽ വന്നപ്പോൾ ഇവിടെ മറ്റ് പല റീത്തുകളും, ബൈസൻറ്റൈൻ റീത്ത്, ഇങ്ങനെയുള്ള റീത്തുകളും, ഇങ്ങനെ 3 റീത്തുകളും നമ്മൾ യാതൊരു വിരസത കൂടാതെ ഈ 3 റീത്തിലും അതിൻ്റേതായ വലിയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. തുടർന്ന് പഠിപ്പിക്കുന്നത് ഈ റീത്തുകളുടെ ഉദ്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു
പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. നമ്മളിതെല്ലാം കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചതാണ്. വികസനത്തിൻ്റെയും ഈ റീത്തുകളുടെ ഉദ്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. എന്താണത്? സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോട് സഭ മുഴുവൻ്റെയും പൊതു ദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു. കണ്ടോ, ഇത് പോൾ ആറാമൻ മാർപ്പാപ്പയുടെ വളരെ പ്രസിദ്ധമായ എവാഞ്ചലി നുൻഷ്യാൻഡി 63-64 ഖണ്ഡികകളാണ്. സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോടും സഭ മുഴുവൻ്റെയും പൊതു ദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഞാനിത് എൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഇതെൻ്റെ സാക്ഷ്യമാണ്. എനിക്ക് ഈ 3 റീത്തുകളോടും വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് അതെൻ്റെ വിശ്വാസത്തിന് വളരെയധികം കരുത്ത് നൽകുന്നുവെന്ന് പറയാൻ വയ്യ. ഇവിടെ നമ്മൾ ലത്തീൻ റീത്തിലുള്ള കുർബാനകളാണ് അർപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സീറോ മലബാർ അച്ഛന്മാർ വരുമ്പോൾ സീറോ മലബാർ കുർബാന അർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. എവിടെയെങ്കിലും മലങ്കര കുർബാനയോ മൈസൻ്റെയിൻ കുർബാനയോ ഉണ്ടെന്നറിഞ്ഞാൽ ഉടനെ ഞാൻ അത് പോയി കൂടും. അങ്ങനെ നമ്മൾ ഈ എല്ലാ റീത്തിലെയും അഗാധമായ വിധത്തിൽ അതിൻ്റെ ആരാധനാ പാരമ്പര്യത്തിൽ അടങ്ങിയിരിക്കുന്ന സമ്പന്നത, അഗാധമായ വിധത്തിലുള്ള സമ്പന്നതയെ ഉൾക്കൊള്ളണം. നമ്മൾ അല്പം പോലും ഒരു കാര്യത്തിലും അവരെ വിമർശിക്കരുത്. കാരണം ക്രിസ്തു തന്നെയാണ് ആ ആരാധന ക്രമത്തിൽ ആഘോഷിക്കുന്നവനും ആഘോഷിക്കപ്പെടുന്നവനും. അതാണ് ഈ റീത്തുകളുടെ ഉദ്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. പെട്ടെന്ന് പറയാം, ആദിമസഭയിൽ കർത്താവ് അപ്പസ്തോലന്മാരെ ലോകത്തിൻ്റെ 4 സ്ഥലത്തേക്ക് വായിച്ചു. ഈശോ തന്നെ അവരോടൊപ്പം 40 ദിവസം ഉയർത്തെഴുന്നേറ്റ ഈശോ അവരോടൊപ്പം 40 ദിവസം ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഈ ആരാധന ക്രമമെല്ലാം രൂപക്കൊണ്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു കാണും, ഇനി നിങ്ങൾ ഏത് സ്ഥലത്ത് പോകുന്നുവോ ആ സ്ഥലത്തിൻ്റെ ആളുകളുടെ ആ സംസ്കാരം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ആരാധന നടത്താൻ. അവർ ഏതെല്ലാം സ്ഥലത്ത് ചെന്നോ ആ സ്ഥലത്തെ ജനങ്ങൾക്ക് ഒരു സംസ്കാരമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ പള്ളിയിൽ ചെരുപ്പിട്ട് കയറില്ല. കാരണം നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ സംവിധാനം. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഐസ് പോലെയാണ്. ഇവിടെ ചെരുപ്പിടാണ്ട് പള്ളിയിലിരിക്കാനും പറ്റില്ല. ഇതൊരു ചെറിയ സൂചനയാണ് എന്താ സംസ്കാരം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ എല്ലാവരും ചെരുപ്പിടാണ്ട് പള്ളിയിൽ കയറണമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല. അപ്പം അതുപോലെയാണ് ഇവിടുത്തെ പള്ളിയിൽ തന്നെ ഭയങ്കര ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഹീറ്റിംഗ് ഉണ്ടായാലും ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്നപോലെ ഇവിടുത്തെ ഗായക സംഘവും അതെല്ലാം വ്യത്യസ്തമാണ്. ഇത് നമ്മുടെ നാട്ടിൽ വേറെ വ്യത്യസ്തമാണ്. അങ്ങനെ കിഴക്കൻ സഭകൾക്ക് വ്യത്യസ്തമായ ആരാധന പാരമ്പര്യങ്ങളുണ്ടായി. അതാണ് കത്തോലിക്ക സഭയിൽ 24 റീത്തുകളുണ്ട്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയണത് പലർക്കും അതറിയില്ല. ഇപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ
അതൊരു പ്രത്യേക അറിവായിട്ട് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? കത്തോലിക്ക സഭയിൽ 24 റീത്തുകളുണ്ട്. ലത്തീൻ റീത്ത് ഒന്ന്, അതാണ് കൂടുതൽ സംഖ്യ ഉള്ളത്. എന്നാൽ അതിനുശേഷമുള്ള 23 റീത്തുകളും പൗരസ്ത്യ സഭകളാണ്. ഇത് കേട്ടപ്പോൾ ഇതൊരു പുതിയ വാർത്തയായിട്ട് തോന്നുന്നവരാരെങ്കിലും ഇതിലുണ്ടോ? കത്തോലിക്ക സഭയിൽ 24 റീത്തുകളുണ്ട്. അതായത് 24 ആരാധന പാരമ്പര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെ 1201 എഴുതിയിരിക്കുന്നത്. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. കണ്ടോ? അതുകൊണ്ടാണ് ഈ 24 റീത്തുകളിലും കൂടിയാണ് ക്രിസ്തു രഹസ്യം സമ്പന്നമാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഒരു റീത്തിൻ്റെ മാത്രം നമ്മൾ ജനറലായിട്ട് അറിയുന്നുള്ളൂ. നമ്മൾ കൂടുതൽ റീത്തുകളിലെ അറിവിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സമ്പന്നതയൊന്ന് ആലോചിച്ച് നോക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അവസാന ഭാഗം പറയാണ്, വിശ്വാസത്തിലും വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ, അതായത് ആ ആരാധനാ പാരമ്പര്യങ്ങളിൽ മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല. അത് സഭയുടെ പൊതു സ്വത്താണത്. മാർപ്പാപ്പയ്ക്ക് പോലും അതിൽ മാറ്റം വരുത്താൻ പാടില്ല. മാർപ്പാപ്പ മാറ്റം വരുത്തില്ല. കാരണം അത് ആദിമസഭ മുതൽ തുടരുന്ന സഭയുടെ പൊതു പാരമ്പര്യമാണ്. അൺഫാദമബിളി റിച്ച്. അപ്പോൾ സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ, ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇന്ന് നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു മനോഭാവം, നമ്മൾ ഒരു സഭാ പാരമ്പര്യത്തെയും വിമർശിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വരൂ. അപ്പം തന്നെ പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷവും. കാരണം പരിശുദ്ധാത്മാവാണ് സഭയുടെ ആത്മാവ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ആരാധനാ ക്രമത്തെ വിമർശിക്കുമ്പോൾ ആരെയാണ് വിമർശിക്കണേ? ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയുമാണ്. മറിച്ച് നമ്മൾ എല്ലാ ആരാധനാ പാരമ്പര്യത്തെയും അതിൻ്റേതായ തനിമയോടെ സ്വീകരിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വലിയ വലിയ ഒരു പ്രചോദനം കിട്ടുകയാണ് നമ്മളിൽ തന്നെ. അപ്പോൾ വീണ്ടും സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാകുകയും പാരമ്പര്യത്തോടും സഭ മുഴുവൻ്റെയും പൊതു ദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു. ഇനി നമുക്ക് 1674 പോകാം. 1674 കൂദാശ കൽപ്പകങ്ങളുടെ വിവിധ രൂപം. പൊതുജനഭക്തി. കൗദാശികമായ ആരാധനയ്ക്കും കൂദാശ കൽപ്പകങ്ങൾക്കും പുറമേ ഔദാശികമായ ആരാധനയ്ക്കും കൂദാശ കൽപ്പകങ്ങൾക്കും പുറമേ വിശ്വാസികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഭക്തകൃത്യങ്ങളെയും പൊതുജനഭക്തിയുടെ രൂപങ്ങളെയും മതബോധനം പരിഗണിക്കേണ്ടതുണ്ട്. ക്രൈസ്തവരുടെ മതാത്മകത സഭയുടെ കൗദാശിക ജീവിതത്തോടനുബന്ധിച്ചുള്ള വിവിധ ഭക്താഭ്യാസങ്ങളിലൂടെ എപ്പോഴും പ്രകാശിതമായിട്ടുണ്ട്. ഉദാഹരണത്തിന് തിരുശേഷിപ്പ് വന്ദനം കണ്ടോ, തിരുശേഷിപ്പ് വന്ദനം, വിശുദ്ധ സ്ഥല സന്ദർശനങ്ങൾ, പിൽഗ്രിമേജ്, തിരുശേഷിപ്പ് വന്ദനം, അതായത് റിലിക്സ്, പുണ്യവാന്മാരുടെ തിരുശേഷിപ്പ്, തീർത്ഥാടനങ്ങൾ, പ്രദക്ഷിണങ്ങൾ, കുരിശിൻ്റെ വഴി, മതപരമായ നൃത്തങ്ങൾ, ജപമാല,
മെഡലുകൾ. അപ്പോൾ ഇതെല്ലാം കൗൺസിൽ ഓഫ് നിഖ്യയിൽ തന്നെ, കൗൺസിൽ ഓഫ് ട്രെൻഡിലും ഇതെല്ലാം പാസ്സാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. ഇതിന് അതിൻ്റേതായ അർഹതയിൽ നിർത്തണം. ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആരാധന, അതുപോലെ വിവിധ തരത്തിലുള്ള ഭക്ത്യാഭ്യാസങ്ങളിലൂടെ എപ്പോഴും പ്രകാശിതമായിട്ടുണ്ട്. എന്തെല്ലാമാണ്? തിരുശേഷിപ്പ് വന്ദനം, വിശുദ്ധ സ്ഥല സന്ദർശനങ്ങൾ, തീർത്ഥാടനങ്ങൾ, പ്രദക്ഷിണങ്ങൾ, കുരിശിൻ്റെ വഴി, മതപരമായ നൃത്തങ്ങൾ, ജപമാല, മെഡലുകൾ മുതലായവ. സ്നേഹമുള്ളവരെ, ഇപ്പോൾ നമ്മളിവിടെ നിർത്താൻ പോവുകയാണ്. ഈ ഭാഗങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധ കുർബാന, വിശുദ്ധ ബലി അർപ്പണത്തിൽ ഈ ആഴ്ച കേട്ടത് മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗാനാലാപനങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന രീതിയിലും ഉൾക്കൊണ്ടുകൊണ്ടും അതിലടങ്ങിയിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളെ മുൻകൂട്ടി ധ്യാനിച്ചുകൊണ്ടും നമ്മൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അനുഭവം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്നും നാളെയും മറ്റന്നാളൊക്കെ 1 മണിക്കൂറെങ്കിലും തുടർച്ചയായിട്ട് നിങ്ങളങ്ങ് സ്തുതിക്കുക. ഭാഷാപരത്തിലും അല്ലാതെയും അങ്ങ് സ്തുതിക്കുക. വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട, ദൈവത്തെ അങ്ങ് സ്തുതിക്കുക. നമ്മിൽ വസിക്കുന്ന ദൈവത്തെയും പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെയും നമ്മിൽ വസിക്കുന്ന ദൈവത്തെയും സ്തുതിക്കുക. എന്നിട്ട് എന്തുണ്ടാവുന്നു എന്നുള്ളത് എനിക്കൊന്ന് എഴുതി അറിയിച്ചാൽ വലിയ സന്തോഷമായിരിക്കും. അത് ഞാൻ സാക്ഷ്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് ശക്തമായ അനുഭവം ഉണ്ടെങ്കിൽ ചെറിയ 1/2 മിനിറ്റിൻ്റെ സാക്ഷ്യം എനിക്ക് അയക്കുകയാണെങ്കിൽ നല്ലതാണ്. 1 മണിക്കൂർ അങ്ങനെ സ്തുതിച്ചപ്പോൾ എന്തുണ്ടായി? ഓക്കെ, എല്ലാവർക്കും നന്ദി. അതുവരെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കും. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.